മോൾക്കിതെന്തു പറ്റി? മുഖത്ത് സന്തോഷമില്ലാത്ത പോലെ. എല്ലാവർക്കും ആഹാരം വിളമ്പുമ്പോൾ അധികം മിണ്ടാതെ ഓരോന്ന് ചെയ്യുന്നവളെ നോക്കി രേണുക പറയുമ്പോഴാണ് കാശിയും പാറുവിനെ ശ്രദ്ധിച്ചത്. ഒന്നുമില്ലമ്മേ, ഒരു തലവേദന പോലെ തോന്നി, അതാണ്. എനിക്ക് കഴിച്ചിട്ട് പോയി കിടന്നോ മോള്, ബാക്കി എനിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ തലവേദന ഒന്നും ഇല്ലമ്മേ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, രേണുകയെ നോക്കി പറഞ്ഞു. ഈ സമയം കാശി നോക്കിയെങ്കിലും അവനെ ഒരിക്കൽ പോലും നോക്കിയില്ലായിരുന്നു പാറു. കിടക്കാനായില്ല ജെനി? എന്തേ, ഞാൻ കിടന്നാലേ ഉറക്കം വരും നിങ്ങൾക്ക്? ഇവളെ ഞാൻ ഒറ്റ വലിക്ക് അവളെ പിടിച്ച് അവൻ്റെ അടുത്ത് ബെഡിലിരുത്തി. എന്താ എൻ്റെ പെണ്ണിൻ്റെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, പോരെ ജെനി? എന്നെ അറിയാവുന്നതല്ലേ എൻ്റെ ആഗ്രഹം. ഇത്രയും നാൾ കാശിയുടെ ലൈഫിൽ പ്രശ്നമൊന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ജീവിക്കാമെന്ന്. ഇപ്പോൾ എല്ലാ പ്രശ്നവും മാറിയപ്പോൾ പറയുക 5 വർഷം കഴിഞ്ഞ് മതി കുട്ടികളെന്ന്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെന്നെ കെട്ടി? ജെനി അവനെ നോക്കി പറയുമ്പോൾ അലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തീർന്നു. നമുക്കിനിയും കുറേ സ്നേഹിച്ചിട്ട് പോരെ? വേണ്ട, കുഞ്ഞെ കാണുമ്പോൾ അതുപോലെ എനിക്കൊരു മോളെ വേണമെന്ന് തോന്നുക. എല്ലാത്തിനും കാരണം അവനാ കാശി. നല്ല റൊമാൻസ് ജീവിതത്തിൽ അവനാ കരട്. നിങ്ങളെന്തിനെ കാശിയുടെ പറയുന്നേ? കുഞ്ഞെ കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ ആഗ്രഹം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ആഗ്രഹം നടത്തിത്തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ കണ്ട് ഞാൻ വേറെ കെട്ടും, നോക്കിക്കോ. ജെനി അത് പറയുമ്പോൾ അലൻ അമ്പരന്ന് അവളെ നോക്കി. കാശി ബെഡിൽ കിടക്കുവാണ്, കുഞ്ഞുണ്ട്. പാറുവിൻ്റെ ഫോൺ സ്പീക്കറിലിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രണവ് സൗണ്ട് കേൾക്കാം. പാറു കുഞ്ഞിയുടെയും കാശിയുടെയും അവളുടെയും ഡ്രസ്സ് ഓരോന്നായി മടക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പ്രണവിനോട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി, എനിക്കിവിടെ പറ്റണില്ല ചേച്ചി, നാട്ടിൽ വരാൻ തോന്നുക. ഇതേ കോഴ്സ് നാട്ടിലും ചെയ്യാലോ? പ്ലീസ് ചേച്ചി. ഒരു പ്ലീസും ഇല്ല പ്രണവേ, 3 വർഷത്തെ കോഴ്സ്, അത് നീ അവിടെ നിന്ന് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞ് നീ നാട്ടിൽ വരൂ. കഷ്ടമുണ്ട് ചേച്ചി. പ്രണവേ, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് വന്ന് എന്തിനാ? ഒരിക്കലും അവിടെ നിന്നാ നിൻ്റെ ഇഷ്ടത്തിന് ഒരു പഠിക്കാനോ ഒരു ജോലി ചെയ്യാനോ ആവില്ല നിനക്ക്. ഒപ്പം അവർക്ക് മക്കളേക്ക് വലുത് പണവും ആസ്തിയുമാണ്. നീ ഇവിടേക്ക് വന്ന് ഇത്രയും നാളായി. ചെറിയച്ഛനോ ചെറിയമ്മയോ ആരെങ്കിലും നിന്നെ തിരക്കിയോ? പോട്ടെ, നീ നന്നായി ഇരിക്കുന്നുണ്ടെന്നെങ്കിൽ അന്വേഷിച്ചോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ എനിക്കൊപ്പം വന്നിട്ട് നീ ഒന്നും ആയില്ലല്ലോ എന്നവർ പറഞ്ഞു. അവർക്ക് പരിഹസിക്ക് ഇടം കൊടുക്കാണോ പ്രണവ്? നിന്റെ കുഞ്ഞിന് ആഗ്രഹമില്ലായിരുന്നു ഇറ്റലിയിൽ പോകണം, അവിടെ പഠിക്കണം, വർക്ക് ചെയ്യണമെന്നൊക്കെ? ഒരിക്കലും നടക്കുന്നുള്ള ആഗ്രഹം നിന്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് കാശിയുടെ തന്നെ ചെയ്തു തന്നപ്പോൾ നിനക്ക് അവിടെ വേണ്ടെന്നല്ലേ? ഞാനൊരു കാര്യം പറയാം, 3 വർഷം അവിടെ പഠിച്ചിട്ട് 1 വർഷം അവിടെ തന്നെ നിന്ന് ജോബും കഴിഞ്ഞ് നീ നാട്ടിൽ വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചേച്ചിയെ മറന്നേക്ക്. കാശേട്ടാ, ഇതിലെനിക്കൊന്നും ചെയ്യാനില്ല പ്രണവേ. നിന്റെ ചേച്ചി ഒന്നാതെ കലിപ്പിലാണ്. ഇതുകൂടെ പറഞ്ഞു ചെന്നാൽ അവളെന്നെ പഞ്ഞിക്കിടും. ഇപ്പോൾ തന്നെ നിന്നെയും കുഞ്ഞെയും ഞാൻ ഒറ്റ ഒരാളാണ് വഷളാക്കുന്നതെന്നാണ് കണ്ടുപിടുത്തം. എൻ്റെ കണ്ടുപിടുത്തമല്ല, സത്യമാണ്, പാറു പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം വേറെ ഒന്നും ആലോചിക്കേണ്ട. 4 വർഷം ഇതാന്ന് പറഞ്ഞു പോകില്ലേ? പിന്നെ നിനക്ക് ഞങ്ങളെ കാണാൻ തോന്നുമ്പോൾ ഞങ്ങൾ പറന്നു വരും, ഞങ്ങൾ 3 ആളും. പിന്നെയും ഏറെ സംസാരിച്ചാണ് പ്രണവ് ഫോൺ വെച്ചത്. ഈ സമയം കുഞ്ഞ് ബെഡിൽ കിടന്ന് പാറുവിനെ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട്. അത് പാറു കണ്ടിരുന്നു. അവളത് മൈൻഡാക്കാതെ ചുവരോട് ചേർന്ന് വന്ന് തിരിഞ്ഞു കിടന്നു. കുഞ്ഞി കാശിയെ നോക്കി. നിന്റെ അല്ല അമ്മ, അപ്പം ഇങ്ങനെ ആവും. കുഞ്ഞിക്ക് വിശപ്പ് തട്ടി ഒപ്പം ഉറക്കവും. അവൾ പാറുവിൻ്റെ ദേഹത്തുകൂടെ മറിഞ്ഞു അവൾക്ക് ഓപ്പോസിറ്റ് കിടന്നു. ഒപ്പം അവളെ നോക്കി കച്ചിരി പല്ല് കാട്ടി ചിരിച്ചും ഉമ്മ വെച്ചു അവളുടെ മാറിൽ പരതി. ഇതിന് സമയമാകുമ്പോൾ മോൾക്ക് അമ്മയുടെ അടുത്ത് ഒടുക്കത സ്നേഹം പോരാത്തിന് ആ സമയം അമ്മ കൂടെയും വേണം. അത്രയും പണി അവളുടെ മാറോട് ചേർക്കുമ്പോൾ കുഞ്ഞു ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു കണ്ണുകൾ അടച്ചു. മോൾക്ക് മാത്രമല്ല എനിക്കും. കാശു അവളുടെ കാതോരം പറഞ്ഞു. ഇനി നിങ്ങൾ പട്ടിണിയാ, എന്നെ തല്ലിയല്ലേ? ഇനി കടുത്ത തീരുമാനമൊന്നും പറഞ്ഞേക്കല്ലേ? പറയും എങ്കിൽ ഞാൻ പാലിക്കുന്നാരാവും. അത്രയും പറഞ്ഞ് അവളുടെ ഇടത്തെ മാറിലെ തൊട്ട് പിടിച്ചു നിറഞ്ഞുകൊണ്ട് അവളിലേക്ക് ചേർന്ന് കിടന്നു. വഷളൻ ഭീഷ്മ, കാശി വിളിച്ചു. ജനലകൾ കൂടെ അവൻ കാശിയെ നോക്കി. അവൻ്റെ അടുത്ത് തന്നെ അനന്തനുണ്ട്. അനന്തൻ ഭീഷ്മ പിടിച്ചിരുന്ന കമ്പികളിൽ കൂടെ അവൻ്റെ കരങ്ങൾ തൊട്ടുകൊണ്ട് വിളിച്ചു, മോനെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒപ്പം അവൻ്റെയും. ഞാനും അച്ഛനും വന്നത് നിന്നെ എത്രയും വേഗം പുറത്തിറക്കാൻ വേണ്ടിയാണ്, കാശി പറഞ്ഞു. വേണ്ട കാശി, എനിക്ക് അങ്ങനെ വേഗം ഇവിടെ നിന്നും പുറത്തിറങ്ങണ്ട. ജയിലിൽ നിന്നിറങ്ങിയ എങ്ങോട്ട് പോകുന്നോർത്താണ് നീ ഇങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നീ എൻ്റെ മകനാണ്, എൻ്റെ ചോര. കാശിയുടെ മൂത്ത സഹോദരനായി നീ ആ വീട്ടിൽ വേണം. നിന്നെ പ്രതീക്ഷിച്ച് കാളേർ മഠത്തിൽ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു.
നിങ്ങൾക്കൊക്കെ എങ്ങനെ എന്നോട് ഇങ്ങനെ പൊറുക്കാനും സ്നേഹിക്കാനും കഴിയുന്നു? ഇന്ന് വരെ അച്ഛനോ ഈ നിൽക്കുന്ന കാശിക്കോ ഞാൻ എന്തെങ്കിലും സ്ഥാനമോ വിലയോ തന്നിട്ടുണ്ടോ? ദ്രോഹങ്ങളല്ലാതെ ഇനി നിന്ന് ഓർത്ത് വയ്ക്കാൻ നല്ലതെന്തെങ്കിലും ഞാൻ സമ്മാനിച്ചിട്ടുണ്ടോ? ഒന്നും നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. മുന്നിൽ നിന്ന് നിന്നെ കരുവാക്കി മറ്റുള്ളവർ ഓരോന്ന് ചെയ്തു കൂട്ടി അവരുടെ പക നിന്റെയും പകയാക്കി. നിന്നെ എനിക്കും അച്ഛനും ശത്രുവാക്കി. ഒന്നും നീയായി ചെയ്തതല്ല. അവർ നിന്നെ അങ്ങനെയാണെന്ന് വിശ്വസിപ്പിച്ച് ചെയ്യിപ്പിച്ചതല്ലേ? അവസാനം നീ തന്നെ അവർക്കുള്ള ശിക്ഷ നൽകിക്കൊണ്ട് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞില്ലേ? ഇതിലും വലുതായി എന്ത് വേണം ഭീഷ്മ? നീ ഇപ്പോൾ പുതിയൊരാളാണ്. നിനക്ക് വന്നൂടെ നമുക്കൊപ്പം നമ്മുടെ വീട്ടിലേക്ക്? കാശി പറഞ്ഞു. ശരിക്കും പൊള്ളുവാ കാശി എനിക്ക്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ കരങ്ങൾ കൊണ്ടല്ലെങ്കിലും നിന്റെ കുഞ്ഞ് മരിക്കുന്നതിൽ ഞാനൊരു കാരണക്കാരനായി. അതിൽ കാരണക്കാരായൊരു കൊല്ലിച്ചവരില്ല. അതിൽ പിന്നെയും മിച്ചമുള്ളത് ഞാനാണ്. എൻ്റെ ജീവനാണ്. ശരിയാണ്, കാശി കൊന്നു എൻ്റെ മോളുടെ മരണത്തിന് കാരണന്മാരായവരെ. എന്നാൽ ഒന്നോർക്കണം, എന്നെപ്പോലൊരു അച്ഛനാണ് ആ നിൽക്കുന്ന ഭീഷ്മൻ. നിന്റെയും നിന്റെയും അച്ഛൻ സ്വന്തം മക്കൾക്ക് ജന്മം നൽകുമ്പോൾ ഒരിക്കലും അവരുടെ ജീവൻ പോകണമെന്ന് ആഗ്രഹിക്കില്ല. നിന്നെ ഞാൻ കൊന്നാൽ അച്ഛൻ താങ്ങുമെന്ന് തോന്നുന്നു. ആ ഹൃദയം വിഷമിക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടത്. കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് എനിക്ക് നന്നായി അറിയാം. ആ വേദന അറിയെങ്കിൽ നീ ഒരച്ഛനാവണം. അപ്പോഴതിൻ്റെ വേദന അറിയാൻ കഴിയും നിനക്ക്. ഇതൊന്നും നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല. കുറച്ചുമ്പ് നീ കേട്ടില്ലേ? അതിനുള്ള ഉത്തരം മാത്രമാണ്. ഇന്ന് ഈ ലോകത്ത് കാശ് ഒരുപാട് സന്തോഷവാനാണ്. കാരണം മരിച്ചുപോയ എൻ്റെ കുഞ്ഞിയെ തന്നു. എൻ്റെ കുഞ്ഞെ ഏറ്റവും സ്നേഹിച്ച അവളുടെ പാറോമയുടെ ഉദരത്തിലൂടെ വീണ്ടും എൻ്റെ മകളായി പുനർജനിച്ചു. ഇന്ന് എനിക്കൊപ്പം തന്നെയുണ്ട്. എൻ്റെ എല്ലാമായി. ഇതിൽ പരം ഈ കാശിക്ക് എന്ത് വേണം? ഭീഷ്മ തന്നെ പറ. നിന്റെ കുഞ്ഞെ നിനക്ക് തിരികെ കിട്ടിയത് നിന്റെ വലിയ മനസ്സൊന്നുകൊണ്ട് മാത്രമാണ് കാശി. എന്നാൽ ഞാനോ തിരിഞ്ഞു നോക്കിയ ഇനി നല്ലതെന്ന് പറയാൻ ഒന്നും തന്നെയില്ല. വെറും വട്ടപൂജമാണ് ഞാൻ. അതൊക്കെ തോന്നലാണ് മോനെ. ഇന്ന് നിനക്കായി ഒരച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അനന്തരവൾ, അങ്ങനെ ഒരുപാടുണ്ട്. നീ പുതിയ മനുഷ്യനായി അവർക്കൊപ്പം വന്ന് ജീവിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ. ആനന്ദം പറഞ്ഞു. ഞാൻ വരാ അച്ഛ. അതിനു മുമ്പ് ഇന്ന് വരെ ചെയ്ത ഓരോ തെറ്റിനുള്ള ശിക്ഷ അത് ഞാൻ ഈ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ എന്നെ അനുഭവിക്കണം. അതിലൂടെ ഞാൻ സ്വയം ഞാൻ ആരായിരുന്നു തിരിച്ചറിവിലൂടെ പുതിയ ഭീഷ്മയായി നിങ്ങൾക്കൊപ്പം വരണം. അതുവരെ ആരും എന്നെ പുറത്തെടുക്കാൻ നോക്കരുത്. ഇതിൻ്റെ അപേക്ഷയാണ്. ഇനി ഞാൻ നിർബന്ധിക്കില്ല. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നെ ജയിലിൽ നിന്ന് മോചിതനാവും വരെ ആരും ഇതുപോലെ കാണാൻ വരരുത്. അത് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഞാൻ തന്നെ നൽകുന്ന ശിക്ഷയാണ്. അതിനു മുമ്പ് കുഞ്ഞ് അവളെനിക്ക് കാണണം. ഒരു തവണ കൊണ്ടുവരില്ലേ കാശി? കൊണ്ടുവരും ഞാൻ. ഇനി വരുമ്പോൾ കുഞ്ഞുണ്ടാവും എനിക്കൊപ്പം. അതിനവൻ നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു അവിടെ ഒന്ന് പോയിരുന്നു. ഈ സമയം അനന്തൻ കാശിയെ നോക്കി. ഒന്നുകൂടെ പറഞ്ഞ അവൻ സമ്മതിക്കില്ലേ കാശി? ഇല്ല അച്ഛ, ഇതവൻ്റെ ഉറച്ച തീരുമാനമാണ്. ഒരു കണക്കിന് അത് ശരിയാണ്. അവൻ നല്ലൊരു മനുഷ്യനായി നമുക്കൊപ്പം വരണമെങ്കിൽ അവൻ്റെ തെറ്റുകൾ ഓരോന്നും അവൻ തന്നെ മനസ്സിലാക്കണം. അതിനവനായി അവന് നൽകിയ ശിക്ഷ ശരിയാണ്. എങ്കിലും അവന് നമുക്കൊപ്പം കൂട്ടാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം കാശി? അവനായി കുറ്റസമ്മതം നടത്തി ശിക്ഷ സ്വയം സ്വീകരിച്ചുകൊണ്ട് മിനിമം 5 വർഷം ഇവിടെ ഈ ജയിലിൽ കിടന്നേ മതിയാവും. അത് കഴിഞ്ഞ് അവന് നമുക്കൊപ്പം വരാം. നമ്മൾ ഏവരും ആഗ്രഹിച്ച ഭീഷ്മയായി. ആ സമയം അനന്തം കണ്ണുകൾ ഭീഷ്മയ്ക്ക് വേണ്ടി നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരെ പാറു ആദ്യമായി കാണുന്നതുകൊണ്ട് തന്നെ സംശയത്തോടെ നോക്കി. ആരാ? മനസ്സിലായില്ല. ഇത് കാശിയുടെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ശിവാംഗി. ഇതെൻ്റെ ബ്രദർ സായി. കാശിയില്ലേ? അകത്തോണ്ട് വരൂ. ഈ സമയം ശിവാംഗിയും അകത്തേക്ക് വന്നു. ആ സമയമായിരുന്നു കാശി മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. അല്ല, ശിവാംഗിയോ? ഇത് വല്ലാതെ സർപ്രൈസ് ആയല്ലോ. പറഞ്ഞുകൊണ്ട് കാശി താഴേക്ക് വരുമ്പോൾ അവൾ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒപ്പം പരസ്പരം ആലിംഗനം ചെയ്തു. ഈ സമയം അത് കണ്ടിരുന്ന പാറുവിനൊട്ടും തന്നെ അതൊന്നും പിടിച്ചിരുന്നില്ല. അവൾ കാശിയും ശിവാംഗിയും മാറി മാറി നോക്കി. എന്താണ് സായി, ആദ്യമായി കാണുന്ന പോലെ മാറി നിൽക്കുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനും വന്ന് കാശിയെ ആലിംഗനം ചെയ്തു. ഈ സമയം കുഞ്ഞിയും കൊണ്ട് അങ്ങോട്ട് വന്നതായത് ജെനി, ഒപ്പം മലനും. അല്ല, ഇതാരാ? ശിവാംഗി ചേച്ചിയോ? ചേച്ചി എപ്പോൾ വന്നു? അച്ഛൻ വന്നില്ലേ? ജെനി ചോദിച്ചു.
ഈ സമയം ജനിക്ക് അവളെ എങ്ങനെ അറിയാമെന്ന ചിന്തയായി പാറുവിൽ. ഞാൻ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ, പിന്നെ അച്ഛൻ ആൾ കൂടെ വന്നാൽ അവിടുത്തെ കാര്യങ്ങൾ കുഴയില്ലേ, അതാണ് ഞാനും സായി ഇങ്ങ് പോകുന്നത്. ഈ സമയം ജെനിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൽ അവളുടെ കണ്ണുകൾ ഒടുക്കി. ഇതാണ് കാശിയുടെ കുഞ്ഞിപ്പെണ്ണ്. അതെ, പറഞ്ഞു തീർന്നില്ല. കാറ്റുപോലെ ഓടിച്ചെന്ന് കുഞ്ഞെ ജെനിയിൽ നിന്ന് എടുത്ത് തുരിതര ഉമ്മകൾ കൊണ്ട് മൂടി. ഈ സമയം സായിയുടെ ശ്രദ്ധ തൻ്റെ ചേച്ചിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ പാറുവും കാശിയും ഏവരും അതിശയിച്ച് നോക്കുകയായിരുന്നു. അപരിചിതരായവരോട് പെട്ടെന്ന് പോകാത്ത കുഞ്ഞ് എങ്ങനെ ശിവാംഗിയുടെ കരങ്ങൾ പോയി? ഒപ്പം ഒരു എതിർപ്പും കൂടാതെ അവൾക്കുള്ളിൽ അവളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നു. പാറുവിന് എന്തോ അതൊന്നും സഹിക്കാനാവുന്നില്ല. തൻ്റെ കാശേട്ടനും കുഞ്ഞും അവൾ മറ്റുള്ളൊരു അധികാരം കാണിച്ച് സ്നേഹം കാണിക്കുന്നത് നിൽക്കാനാവാത്തതുപോലെ ഈ സമയം കാശി ശിവാംഗിയെ നോക്കി പറഞ്ഞു, ശിവാംഗി, ഇതാണെൻ്റെ പാർവതി. ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടത് കാശിയുടെ പാറിനെയാണ്, പക്ഷേ ഇതാണ് പാറെന്ന് അറിയില്ലായിരുന്നു. പാറിനെ നോക്കി ശിവാംഗി പറഞ്ഞു. താഴത്തെ ബഹളം കേട്ട് വന്ന കാർത്തിയിലും അനന്തയിലും രേണുകയിലും ശിവാംഗിയും സായും കണ്ട് സ്നേഹം അലതല്ലി. അത് പാറുവും കണ്ടു. മോൾക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ, സന്തോഷം. ഇന്ന് എന്തായാലും മോളും സായി ഇവിടെ നിൽക്കുമല്ലേ അല്ലേ? തീർച്ചയായും. ഇന്ന് എന്തായാലും കാശടി കുഞ്ഞിപ്പിടിൻ്റെ കൂടെ നിന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുകൂടി കേട്ടതും പാറുവിൽ എന്തൊരു കുശുമ്പ് തോന്നി. എന്തായാലും വന്ന കാര്യം നിൽക്കാതെ അകത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് ഏവരും അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ പാറു മാത്രം അവൽ നിന്ന് മാറിയുന്നു. മോളെന്താ മാറി നിൽക്കുന്നത്? രേണുക ചോദിച്ചു. എല്ലാം സംസാരിച്ചിരിക്കുമല്ലേ, അതാ ഞാൻ. മോൾക്കാളും മനസ്സിലായില്ല അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് കാശി തിരിച്ച് നിലയിൽ കിട്ടാൻ തന്നെ കാരണം ഇവരാണ്. ശിവാംഗി മോളുടെ അച്ഛൻ ശിവശങ്കരൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാശിയെ കിട്ടിയത്. ആ അപകടം നടക്കുമ്പോൾ പിന്നെ ശിവാംഗി മോൾ കാശിക്കൊപ്പം അവൻ്റെ എല്ലാ ചികിത്സയിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം സായിമോനും. കാശി പറഞ്ഞറിഞ്ഞെങ്കിലും അതിൽ ശിവാംഗി എന്ന പേര് കേട്ടിരുന്നില്ല. എങ്കിലും ശിവാംഗി കാശിയെ പരിചയിച്ചെന്ന് കേട്ടപ്പോൾ വീണ്ടും നോവ് പടർത്തി. രാത്രി ശിവാംഗിയും സായും ഉള്ളത് കൊണ്ട് തന്നെ വിഭവസമൃദ്ധമായ ആഹാരം തന്നെ ടേബിളിൽ നിരന്നു. ശിവാംഗിയും സായും ഊട്ടാൻ ഓരോരുത്തരും മത്സരം വയ്ക്കുന്ന പോലെ തോന്നി പാറുവിന്. കൂട്ടത്തിൽ കാശി അവൾക്ക് വിളമ്പിക്കൂടെ നൽകുന്ന കണ്ടതും പെണ്ണിൻ്റെ സകല നിയന്ത്രണം വിട്ടു. കാശിയുടെ മരുന്നിരിക്കുന്ന കുഞ്ഞെ വന്ന് കൊഞ്ചിച്ചും ഫോട്ടോ എടുത്തും അവനൊപ്പം ചേർന്നിരിക്കുന്നവർ വീണ്ടും പാറുവിൽ അസ്വസ്ഥ നിറച്ചു. അന്ന് എല്ലാവരും ഒരുപാട് ലേറ്റായിട്ടാണ് കിടക്കാനായി പിരിഞ്ഞത്.